ഹലോ ഗായ്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസ്ക് മേക്ക് ഓവറാണ്. ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ഭാഗമാണ്. അപ്പോഴത്തെ ഇതാണ് എൻ്റെ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിലൊരു വീഡിയോ ആയിരിക്കും അതിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് ലവ്ലി വ്ളോഗ്സ് എന്നാണ്. എല്ലാവരും പോയി കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഞാൻ വീഡിയോ വിചാരിച്ച് കയറി വന്നപ്പോൾ അതിന് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോട്ടിലും കാര്യങ്ങളൊക്കെ മാറ്റണം, അടിയിലൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് നേരെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വാഷി ടേപ്പ് ഒക്കെ എടുത്ത് ഓർഗൻ ചെയ്യാം. ഇതൊക്കെ മസാജിൻ്റെ സാധനമാണ് കേട്ടോ. അതൊക്കെ ആളുടെ സൈഡിലോട്ട് ഞാൻ എല്ലാവരും മാറ്റി വയ്ക്കും. പിന്നെ ഈ പേപ്പറിൻ്റെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതാണ് നെക്സ്റ്റ് ജോലി. വാട്ടർ ബോട്ടിൽ എടുത്ത് എൻ്റെ ബെഡിൽ കിട്ടണം. അപ്പോൾ പിന്നെ ഇതൊക്കെ എനിക്ക് ഡെസ്ക് പിന്നെ ഒരു വേസ്റ്റിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇടാറ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഡെസ്ക്. പിന്നെ നമുക്കിതിലോട്ട് എല്ലാ വേസ്റ്റസും ഇടാം. വേസ്റ്റസ് പറഞ്ഞാൽ ഏകദേശം നല്ല കൂടുതലുണ്ട്. ഇതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്ത സാധനമൊക്കെ ഓർഗനൈസ് ആക്കണം. ഫസ്റ്റ് തന്നെ പെൻസിൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കോമ്പസ് ഉണ്ട് കേട്ടോ. എന്നാണ് എനിക്ക് സ്കൂളിൽ ഞാൻ 6ലോട്ടാണ് വിടുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിൽ എനിക്ക് ഇങ്ങനെ മാത്സിൻ്റെ ഇതിലാകുമ്പോൾ ഞാൻ ജോമെട്രിക്കൽ ചാർട്ടിന് പോയിട്ട് എനിക്കത്ര വലിയ കിട്ടിയില്ല. പക്ഷേ എൻ്റെ സിസ്റ്ററിന് 3D കിട്ടിയോട്ട് അത് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പേപ്പർ ഉണ്ടാകും. നമുക്ക് മടിയായിട്ട് സ്ക്രീൻ കിട്ടില്ല, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ക്ലീനാക്കി നെക്സ്റ്റ് പിന്നെ ചെയ്യാനുള്ളത് ഇപ്പോൾ ഞാൻ ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ചാൽ ഇതിൽ നിറയെ ചപ്പ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ ചപ്പ് കൂട്ടുമ്പോഴത്തേന് ഇതും നിറയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ വേണ്ടിടാം. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ സിസ്റ്ററിൻ്റെ ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുകയെന്ന് വെച്ചാൽ ഒരു സ്കുഷീസ് നമ്മുടെ ബ്ലൈൻഡ് ബോക്സിൽ ഇത് ക്യൂട്ട് ബണ്ണീസിൽ കിട്ടിയതും ഇത് ക്യൂട്ട് ഫ്രൂട്ട്സിൽ കിട്ടിയതുമായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളർ പെൻസിൽസൊക്കെ ഉണ്ട്. അത് ഞാനിങ്ങനെ സൈഡിൽ എടുത്ത് വെക്കാം. അത്യാവശ്യമുള്ള കളേഴ്സ് മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ. പിന്നെ ഇങ്ങനെ ഇത് പേപ്പറായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതെനിക്ക് ആവശ്യമില്ല, എൻ്റെ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ചു. പിന്നെ ഇവിടെ കുറച്ച് വേണ്ടാത്ത പേപ്പറുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വേസ്റ്റിൽ കളയണം. അതും കഴിഞ്ഞിട്ട് സ്കുഷി, ഇത് എൻ്റെ സിസ്റ്ററിന് ഉണ്ടാക്കിയതാണ്. സ്കുഷിയാണ് ഉണ്ടാക്കിയ സ്കുഷിയാണ് ഒരു വേറെ ലെവൽ രസമാണ്. പിന്നെ ഇത് ഒരു ട്രേ ആണ്, ഒരു പർപ്പിൾ ട്രേ. അതെന്തോ സാധനം പൊട്ടിയപ്പോൾ എനിക്ക് പറ്റിയതായിരുന്നു. എന്തായാലും അതും കൊള്ളാം. പിന്നെ അതൊരു സീസറാണ്, മിനി സീസറാണ്. ഞാൻ മുറിച്ചൊന്നും ഇല്ലെങ്കിലും കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ നല്ല മുറിയൊക്കെ ചെയ്യും കേട്ടോ അത്യാവശ്യത്തിന്. പിന്നെ ഈ വാഷ് ടേപ്പ് ഇത് 2 LED ലൈവാണ് കേട്ടോ. ഇത് പണ്ടെൻ്റെ ദുബായിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ഈ സെക്ഷൻ ഞാൻ ഒന്നും എടുക്കുന്നില്ല, കാരണം അവിടെ മുഴുവൻ സ്റ്റിക്കേഴ്സാണ്. എനിക്കൊരു സ്റ്റിക്കർ കളക്ഷൻ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ സ്റ്റിക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അതെനിക്ക് എടുക്കാൻ തന്നെ പറ്റില്ല കേട്ടോ. നമുക്കതിൻ്റെ ഷെൽഫ്സ് ഇനി നോക്കാം. ഷെൽഫിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വേസ്റ്റ് ഇതൊക്കെ ഇരിക്കുന്ന ഷെൽഫിലായിരിക്കും എന്ന് എനിക്കറിയാം. പിന്നെ ഇത് സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് എനിക്കൊരു ഫ്രണ്ട് തന്നതാണ് ഗിഫ്റ്റ്. എനിക്ക് അതിൻ്റെ പറഞ്ഞിരുന്നല്ലോ ന്യൂ ഇയർക്ക്. അപ്പോൾ അതായിരുന്നു.
പിന്നെ നെക്സ്റ്റ് ഞാൻ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ടാണ്, ഒരു ഗിഫ്റ്റാണ്. കുറേ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2 എണ്ണം ഉണ്ട്. ബുക്കിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് ബുക്ക് ചെയ്താൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയൊരു വലിയ പാറ്റേൺ സാധനം. ഇത് പിന്നെ ഡയലോഗ് സിൽക്കിൻ്റെ അതൊരു വാഷ് വേണ്ടിയിട്ട് സാധനം കേട്ടോ. ഇത് ഈ ചെറിയത്. ഓക്കെ, അപ്പോൾ ഇത്ര. പിന്നെ കുറച്ചുകൂടി ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വേഗം ഓർഗനിങ് ആണെന്ന് എല്ലാം ഞാൻ കാണിക്കണമെന്നില്ല. ഓക്കെ, അപ്പം പിന്നെ ഇത് കവറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്താണ് ബർത്ത്ഡേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റിക്കർ ഞാൻ അതിൽ വെച്ച് പോയി അതിന് കളക്ഷൻ വെക്കണം. പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിടയ്ക്ക് ഇങ്ങനെ കമ്മൽ വരുമ്പോൾ ഇടാനായിട്ട് വെക്കണ കമ്മലാണ്. അപ്പം എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അവിടെ കൊണ്ടു വെച്ചു. ഇനി അടിയത്തെ ഷെൽഫിലാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു അടിയത്തെ ഷെൽഫിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കാർഡ്ബോർഡ് സെറ്റ് ഉണ്ടാക്കിയ മിനി ഇതും. പിന്നെ ഞാൻ വെറുതെ ചുക്കുമ്പോൾ പേപ്പറോട്ട് കുത്തി വരക്കുന്ന സാധനങ്ങളും. പിന്നെ ഇതൊരു കോമി സെക്കൻഡോട്ടാണ്, പർപ്പിൾ ടീം. ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ശരിക്കും ആവശ്യം വരും പെട്ടോ. ഞാനത് ക്ലീൻ ചെയ്യാറൊന്നുമില്ലാത്ത സ്കിനോട്ട് എന്തുവാണെങ്കിലും എനിക്ക് എടുക്കുക അതിൽ ഓക്കെയാണ്. അപ്പോൾ പിന്നെയും കുറച്ച് നല്ല പിന്നെ നെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് നോർമൽ തന്നെ ചെയ്ത് വെക്കണം. അതാണ് ഞാൻ പറഞ്ഞ ബുക്ക് എന്താണ് കട്ടിങ് മാറ്റ്. അപ്പോൾ ഇപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഓർഗൻ ചെയ്ത് വെക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഈസിയുടെ റിമോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഓർഗനൈസ് അത്ര ഈസിയൊന്നുമില്ല. ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഐസ്ക്രീംസൊക്കെ. എന്തെങ്കിലും ഒരു യൂസ് വരാണ്ടിരിക്കൂല. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വിചാരിച്ചു പ്രാവശ്യം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് ഞങ്ങൾക്ക്. പിന്നെ രാവിലെയാണ് എടുത്ത് വോയിസ് പറയുന്നതാണ്. എൻ്റെ സൗണ്ടിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, ഒരു ചെറിയ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ വ്ളോഗിൽ വ്ളോഗെന്നായിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എടുത്തിട്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് എന്നൊരു ചെറിയൊരു മിനി ബുക്കാണ് കേട്ടോ. എനിക്ക് ആ ഫ്രണ്ട് കൂടുതൽ യെസ്സൊക്കെ തന്നിട്ടുള്ള പറ്റിയാണ്. ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. 2 ക്ലാസ് ഫ്രണ്ട്സാണ് ഉള്ളത്. പേര് ഞാൻ പറയുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊരു മുല്ലപ്പൂവിൻ്റെ സാധനമാണ്. അതിൽ മുല്ലപ്പൂ ഇട്ട് മണക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ അത് മുല്ലപ്പൂക്ക് ചെയ്യുന്നു. ഇതിന് മുല്ലപ്പൂ പറിച്ചു കൊണ്ടുവരണം. അതിനിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിപ്പോൾ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ മിനി ഫാനാണ്. മിനി ഫാനല്ല, ഇത് ബിഗ് ഫാനാണ്. ഇതിൻ്റെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഒരു ഫാൻ തന്നെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം പിങ്ക് മിനി. എൻ്റെ ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഏകദേശം പിങ്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് ഒരു ബുക്ക് മാത്രമുള്ളതെന്ന് വിചാരിക്കേണ്ട, അത് എൻ്റെ ചാനൽ ബുക്കാട്ടോ. ചാനൽ കിട്ടുന്ന കെട്ടി വെക്കാണ്. ഇതിപ്പോൾ ഞാൻ മുമ്പ് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് മേക്കർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഡയറീസും ബുക്കും എല്ലാതും ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പെട്ടിയിൽ ഇട്ട് വെക്കാനായിട്ട് ഞാൻ ചെയ്തത്. ഇതും എൻ്റെ ഫ്രണ്ട് എന്ന ഒരു ചെറിയൊരു നോട്ട് ബുക്കാണ്. നല്ല രസമാണ് കേട്ടോ. അത് ഒരു അവർ ക്യൂട്ട്
വാവ് എന്നൊക്കെ പറഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു നല്ല അടിപൊളി ബുക്കാണ്. പിന്നെ ഇത് ഞങ്ങൾ ജസ്റ്റ് രാത്രി പുറത്ത് പോയി വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ പപ്പ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് പിന്നെ എൻ്റെ ജ്വല്ലറീസ് ഒക്കെ ഞാൻ തുറന്ന് കാണിക്കാൻ മറന്നു കേട്ടോ. 2 ബ്രഷ് പെൻസ് ഉണ്ട്. പിന്നെ ഇത് ഒരു വലിയൊരു ബുക്കാണ്, ഡയറിയാണ്. മറ്റേ എൻ്റെ സിസ്റ്ററിൻ്റെ. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ബുക്ക്. ഇത് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ച ബുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതും രണ്ടും പിന്നെ ഒരു സെറ്റ് രണ്ടെണ്ണമാണ്. അതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, അത് മാറ്റി വെക്കണം. ഇനി ആ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വയ്ക്കണം. അതാണ് ഇനി നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് അടിയിലത്തെ ഷെൽഫൊന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് എല്ലാ സാധനങ്ങളും അടിയിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി വേസ്റ്റൊക്കെ എടുത്ത് നമുക്ക് ഡസ്റ്റ്ബിന്നിലാക്കണം. ഞാൻ ഒരു കൈ ഫോണും ഒരു കൈ ഇതൊക്കെ ചെയ്യുവാണ്. കൈ കഴിച്ചോളൊക്കെ നല്ല കടയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ട് ഇമിലിയുടെ ഇതുപോലെ ഡസ്റ്റ്ബിൻ എടുക്കാൻ എനിക്ക് പറ്റിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കണം. ഇത് തന്നെ എൻ്റെ ഒരു കിറ്റാണ്. സെറ്റിൽ നിന്ന് കിട്ടിയ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ സാധനങ്ങൾ എൻ്റെ സിസ്റ്റർ തന്നതാണ് കേട്ടോ. എൻ്റെ ഒരു വിൻറ്റേജ് ടൈപ്പ് ചാനൽ സെറ്റായിരുന്നു. ഇതും എൻ്റെ ഏകദേശം ചാനലിൻ്റെ സാധനങ്ങളാക്കി വെച്ചാൽ കവറാറായിരിക്കുന്നു കേട്ടോ. പൊളിച്ച് കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച പൊളിച്ചാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ ബാക്ക് ഷോപ്പിന് വേണ്ടി വിടണമെന്ന് വിചാരിക്കാണ്ട് വിചാരിക്കുന്നുണ്ട്. എന്തായാലും സാധനങ്ങൾ ഞാൻ കാണിച്ചില്ല കേട്ടോ. പിന്നെ എല്ലാ സാധനവും എടുത്ത് ഓർഗനൈസ് ചെയ്യാനായി. അപ്പുറത്തെ സ്ഥലം എൻ്റെ സിസ്റ്ററിൻ്റെ സ്ഥലമാണ്. എനിക്ക് കുറച്ച് വിശ്വാസം കുറച്ച് ചെയ്തിട്ടില്ല. ഓക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ക്യാമറ പിടിക്കൽ കുറച്ച് തെറ്റിയിട്ടുണ്ട്. സാരമില്ല. ഇത് ക്യാൻവാസ് എനിക്കുണ്ട് കേട്ടോ. എൻ്റെ ക്യാൻവാസ് ഇപ്പോൾ മുകളിൽ ഷെൽഫിലാണ്. ഫസ്റ്റൊക്കെ എനിക്ക് മുകളിലൊരു ബാക്ക് ടേബിൾ ഉണ്ട്, അതിലായിരുന്നു. ഇപ്പോഴും ബാക്ക് ടേബിൾ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇതിലോട്ട് മാറി. ഇനി ഈ സാധനം മുകളിലോട്ട് കൊണ്ടുപോയിടും കേട്ടോ. പിന്നെ ഇത് ഒരു കപ്പാണ്. ഈ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് കുറുമീൻ്റെയും മൈമടിയുടെയും ബോംബിയറിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടൊക്കെ ചെയ്ത് അതിൽ കുറച്ച് കുറുമി കിഴങ്ങൊക്കെ ഒട്ടിച്ച് വെച്ചതേ ഉള്ളൂ. പിന്നെ അടിയത്തെ ഷെൽഫ് ഓൾറെഡി ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഈ അടിയത്തെ ഷെൽഫ് കവർ ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ. അത് ക്ലീനാക്കേണ്ട അത്ര ആവശ്യമില്ല. ഓക്കെ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ പെട്ടി എടുത്ത് നോക്കണം. ഈ പെട്ടി ശരിക്കും ക്രാഫ്റ്റിന് യൂസ് ചെയ്യാൻ വെച്ചതാണ്. ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല മടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആട്ടി നോക്കുന്നത് ഈ പെട്ടിന് മേലെ വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടിനുള്ളിൽ ഈ സാധനം ഉണ്ടാകുന്ന പല അടയാത്ത്. ഇത് ഞാൻ മറ്റേ ബ്ലാക്ക് ഷൂ ഓർഡർ ചെയ്തതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടുള്ള പെട്ടിയാണ് അത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എല്ലാതും സെറ്റായിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് കാണാം നമുക്ക്. അപ്പോൾ ഫൈനൽ ലുക്ക് തുടങ്ങാം. ഇതാണ് എൻ്റെ റൂം എന്ന് വെച്ചാൽ, എൻ്റെ റൂമല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ റൂം. അപ്പോൾ ഇതൊരു ബെഡാണ്, വിശാലമായ ഒരു ബെഡ്. പിന്നെ കേട്ടൻ, ഇതൊരു അലമാറ, ബ്ലാക്ക് അലമാറ. 2 അലമാറ ഉണ്ട്, ഒന്ന് ബ്ലാക്ക്, ഒന്നിങ്ങനെ മറ്റേ വിൻറ്റേജ് മാതിരിയിട്ട് ഒരു സാധനം. ഇതാണ് എൻ്റെ ഡെസ്ക്. അപ്പോൾ ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് വിചാരിക്കുന്നു. അടിയിലും നല്ല അടിപൊളിയായി ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ മറ്റേ യൂസ് ചെയ്ത അലമാറ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്